സ്മാർട്ട് ഹോം. സ്മാർട്ട് ഹോം എന്നാൽ എന്താ? ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിന്റെ ഉപകരണങ്ങൾ നിയന്ത്രിക്കാനും അത് ഓട്ടോമേറ്റ് ചെയ്യാനുമുള്ള ഒരു സ്മാർട്ട് ഹോം സമ്പ്രദായമാണ് സ്മാർട്ട് ഹോം എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് സ്മാർട്ട് ഹോം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാം. പലപ്പോഴും നമ്മൾ അലസരായി സോഫയിൽ ഇരിക്കുമ്പോൾ ബെഡ്റൂം ലൈറ്റ് ഓഫ് ചെയ്തു എന്ന് മറക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗരാജ് ഡോർ അടച്ചില്ല എന്ന് ഓർക്കുന്നു. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാരെന്ത് ചെയ്യുമെന്നാൽ അവർ കുട്ടികളോട് പറഞ്ഞ് അതൊന്ന് പോയി ഓഫ് ചെയ്യുമോ എന്ന് ചോദിക്കും. ഇപ്പോഴാണെങ്കിൽ കുട്ടികൾ അവരുടെ തന്നെ തിരക്കിലാണ് പലപ്പോഴും. ഈ ഘട്ടങ്ങളിലാണ് നമ്മുടെ സ്മാർട്ട് ഹോമിന്റെ ഉപയോഗം വരുന്നത്. നമ്മുടെ ഈ അലസത കാരണം ഉണ്ടായേക്കാവുന്ന വൈദ്യുതി ചെലവ് അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രശ്നങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി കിടക്കാവുന്നത്, അങ്ങനത്തെ മയത്തിൽ ഒഴിവാക്കാൻ സ്മാർട്ട് ഹോം നമ്മളെ സഹായിക്കുന്നു. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്മാർട്ട് ഹോം സജ്ജമാക്കുവാൻ സുലഭമായ 3 വഴികൾ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഒരു സ്മാർട്ട് ഹബ് നമ്മൾ വാങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ പല സ്ഥാപനങ്ങളുടെയും സ്മാർട്ട് ഉപകരണങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ആമസോൺ അലക്സ ഹബ്, ഗൂഗിൾ ഹോം, ആപ്പിളിന്റെ ഹോം പോഡ് എന്നിവ പോലെ. പിന്നെ വേണ്ടത് നമുക്ക് സ്മാർട്ട് ഡിവൈസസ് ആണ്. സ്മാർട്ട് ലൈറ്റ്, സ്മാർട്ട് ബൾബ് അഥവാ ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്ന സ്മാർട്ട് ക്യാമറ. പിന്നെ ഇതെല്ലാം, ഇങ്ങനത്തെ സ്മാർട്ട് ഡിവൈസുകളെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 300 തൊട്ട് 800 രൂപ വരെ സുലഭമായി കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യേണ്ടത്, നമ്മളുടെ ഫോണിൽ ഒരു ആപ്പ് ഉപയോഗിച്ച് ഈ സ്മാർട്ട് ഹബും സ്മാർട്ട് ഡിവൈസും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അത് വളരെ സുലഭമാണ്. പിന്നെ നിങ്ങളുടെ വീട് സ്മാർട്ട് ഹോമായി ലിങ്ക് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ സോഫയിൽ ഇരുന്ന് തന്നെ എല്ലാ ഉപകരണങ്ങളും നിയന്ത്രിക്കാം. അപ്പോൾ സ്മാർട്ട് ഹോം എങ്ങനെയാണ് സുലഭമായി വീട്ടിൽ സെറ്റപ്പ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. ഈ സ്മാർട്ട് ഹോം കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഉപകാരം എന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഏത് സ്ഥലത്തിരുന്നും ലോകത്തിന്റെ ഏത് ദിശയിൽ പോയും നമ്മളുടെ വീട്ടിന്റെ സുരക്ഷയും ഉപകരണങ്ങളുടെ നിയന്ത്രണവും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഹോമിനെ കുറിച്ചുള്ള എങ്ങനെയാണ് അത് നിയന്ത്രിക്കുക, എങ്ങനെയാണ് അത് നമുക്ക് സജ്ജമാക്കുക എന്നെല്ലാം പഠിച്ചു ഈ വീഡിയോയിലൂടെ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വിശദമായി എങ്ങനെ ഒരു റൂം സ്മാർട്ട് ഹോം ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്യാമെന്ന് ലൈവായി കാണിച്ചു തരാം. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോളജ് ഡൈജസ്റ്റ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി തിരിച്ച് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.